മനസ്സിലായില്ലേ ആരാണ്? മനസ്സിലായില്ല. ഇല്ലേ? ആരാണ്? റഹീമിനെ അറിയോ? ഇല്ല, എനിക്കറിയില്ല. അറിയത്തില്ലേ? ആ, നിങ്ങളാരാണ്? നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിങ്ങൾ എന്റെ ആരാണ്? എന്റെ മോളായത്തില് നീ ഇനി ഇടപെട്ട് കഴിഞ്ഞ ഒരു മോളെ നിന്റെ അവസാനമാണ്. ഇന്നല്ല അവന്റെ കേട്ടാ. കുടിച്ചൊന്നുമല്ല പറഞ്ഞ ഞാൻ കളിക്കുന്ന കളി നിനക്ക് അറിയത്തില്ല. കൂടിയ മോളെ നിന്നെ കുളിച്ചു മൂടിഞ്ഞായി കേട്ടാ. മനസ്സിലായ മോളെ പറഞ്ഞിട്ടല്ല. നാക്ക് പോലും തിരിയുന്നില്ല. ചെന്ന് വിളിച്ചു പറഞ്ഞിട്ട് അൻസിയ മൂന്ന് കൊച്ചുങ്ങളെ അനാഥരാക്കിയിട്ട് ഹലോ പറഞ്ഞോ പറഞ്ഞോ. ചാനൽ നമ്പർ എന്നാണ്? ഷാന്റെ നമ്പര് ഉണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ മാടനടയിലുണ്ട്. ഞാൻ വീട് പറഞ്ഞുതരാം. വരാൻ പറ്റുമോ? പറ്റും. ഇപ്പൊ ഇപ്പൊ വരാൻ പറ്റും. എപ്പോഴാണെങ്കിലും നീ വിളിച്ചിട്ട് അവനെ കൊണ്ട് അവന്റെ കൊച്ചിനെ കൊണ്ട് എന്റെ വീട്ടില് നീ എന്തിനാണ് ഈ പോയത്? നീ ഒരു കാര്യം ചെയ്യും. ഞാൻ എന്റെ മോനെ ഞാൻ സംരക്ഷിക്കുന്ന കേട്ടാ. ഇങ്ങനെയൊക്കെ പറയാം. കണ്ടോട്ട് മോളെ കൊണ്ട് എന്റെ വീട്ടില് മോള് നിന്റെ അവരായിട്ട് അവരെ നിൽക്കണം. എന്നിട്ട് ചോദിച്ചാൽ നീ എന്റെ വീട്ടിൽ വന്ന് ചായ നീ നാളെ മറ്റന്നാളാ നിന്റെ റഹീമാണ് വിളിച്ചത്. 11:30 തൊട്ട് ഏകദേശം 12:38 വരെ വിളിച്ച്. പിന്നെ ഞാൻ ഫ്ലൈറ്റ് മോഡ് ഓണാക്കിയാണ് ഫോണിൽ വെച്ച് കിടന്നുറങ്ങിയത്. കുടിച്ച് നല്ല രീതിയിൽ അപമര്യാദയായ രീതിയിൽ ഞാൻ സഹിയായിട്ട് 2-3 വട്ടം ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത്. ആദ്യം എനിക്ക് ആരാണെന്ന് അറിയില്ലായിരുന്നു. രണ്ടാമത് 11:30 തൊട്ട് നല്ല ഉറക്കത്തിൽ കിടന്ന ടൈമിനാണ് വിളി തുടങ്ങിയത്. 11:30 to 12:38 വരെ കോള് വിളിച്ചു. എൻ്റെ മകളാണെന്നും കാര്യമാണെന്നും ഞാൻ ഇതുവരെയും ആരെ അവകാശങ്ങളും നിഷേധിച്ചിട്ടില്ല. വാപ്പ ഇങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു ഉപ്പാ സ്നേഹം കിട്ടിയിട്ട് കാര്യത്തിലും റഹീം വിളിയാണ്. കാരണം എൻ്റെ പുതിയ നമ്പറിലാണ് വിളിക്കുന്നത്. എങ്ങനെയോ
എന്താണ് ഷംസുവിൻ്റെ നമ്പർ റഹീമിന് കിട്ടി. ഈ റഹീം ഇന്നലെയും അതുപോലെ തന്നെ വീഡിയോ കോളും സാധാ കോളും വീഡിയോ കോളും സാധാ കോളും അതാ പറയുന്ന വാക്കുകൾ അസഭ്യമുള്ള വാക്ക്. ശരിക്കും ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ റഹീം മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് വാട്സപ്പിൽ അവർക്ക് പബ്ലിക്കായിട്ടല്ല പറഞ്ഞേക്കുന്നത്, പ്രൈവറ്റ് ആയിട്ട് അവരുടെ വാട്സപ്പിലാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അല്ലാതെ റഹീം ഒരു ചാനൽ തുടങ്ങി അതിൽ കൂടി പബ്ലിക്കായിട്ടല്ല ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇവർക്ക് തിരിച്ച് തെറി പറഞ്ഞ് അങ്ങോട്ട് റിപ്ലൈ കൊടുക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ വാട്സപ്പിൽ അത് തിരിച്ച് റിപ്ലൈ കൊടുക്കാമായിരുന്നു. അതിന് പകരം ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് ഇങ്ങനെ തെറി പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോസ് ഇടുമ്പം എന്താണ് ഇവൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് റഹീം കാണാനോ? അത് പ്രൈവറ്റ് ആയിട്ട് അത് വാട്സപ്പിൽ ഇട്ടാൽ അയാൾ കാണില്ലേ? അയാൾ കാണും. പിന്നെന്തായാലും നാളെ കേസാണ്. നാളെ 10 മണിക്കാണ് പള്ളിക്കല് പോലീസ് സ്റ്റേഷനിൽ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോഴേ ഇവർക്ക് രണ്ടുപേർക്കും, കാരണം ഇവരെ ചൈൽഡിൽ ഏൽപ്പിച്ച കുട്ടിയാ എൻ്റെ ഉമ്മ വ്യക്തിവൈരാഗ്യം തീർത്തത്. ഈ 3 പേരും വ്യക്തിവൈരാഗ്യം തീർത്തത് കുട്ടിയിലായിരുന്നു. അപ്പം കുട്ടി അങ്ങനെ ജീവിച്ചോട്ടെ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ അവകാശം അവിടെ കംപ്ലീറ്റ് ആയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവിടെ പഠിപ്പിച്ചു 10 വയസ്സ് വരെ, 11ാമത്തെ വയസ്സ് സ്റ്റാർട്ടിങ് ആയി. ഇപ്പം ഞാൻ 2 മാസക്കാലം കൊണ്ട് ഞാൻ ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസിലായിപ്പോയി. പ്രഗ്നൻസിയും കാര്യങ്ങളും ഛർദിയും കാര്യമായപ്പം എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഞാൻ ഒരുപാട് വിഷമത്തിലാണ്. പിന്നെ റഹീമിൻ്റെ അടുത്ത് പറയാനുള്ളത്, നിൻ്റെ വീട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നീ എൻ്റെ വീട്ടിൽ വന്നത് കൊണ്ടാണ് നിൻ്റെ വീട്ടിൽ വന്നത്. രണ്ടാമത്തെ കാര്യം, നിനക്ക് ഇന്നലെ തന്നെ ഈ വാപ്പ എന്ന് പറഞ്ഞാൽ പോലും നിന്റെ നാക്ക് നേരെ ചൊവ്വേ. ഞാൻ ഈ ഓരോ കാര്യങ്ങളും ഒറ്റപ്പെടലും അവിഹിതവും കേട്ട് തന്നെയാണ് എനിക്കൊരു കൂട്ട് വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചത്. കാരണം ഇന്ന് എനിക്ക് ഒരു ആൺതുണ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇത്രയും അപമര്യാദയായ രീതിയിൽ എൻ്റെ തള്ള തന്നെ അയച്ച വോയിസുകളിൽ പബ്ലിക്കിൽ വരുന്നത്. അങ്ങനെ ഒരു ലോഡ്ജിൽ നിന്നും അല്ലെങ്കിൽ ഉമ്മ പറയുന്ന കണക്ക് ഹോട്ടലിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും പോയെങ്കിൽ മസ്റൂറാരെ വാപ്പ ആര്? മുഷ്താഖിൻ്റെ വാപ്പ സനോഫർ തന്നെയാണ്. കാരണം നമ്മൾ 28 ദിവസത്തെ ദാമ്പത്യത്തിൽ നമുക്ക് കിട്ടിയതാണ്. സനോഫറിനെ പോലെയാണ് മുഷ്താഖ് ഇരിക്കുന്നത്. മിസലിമോൻ്റെ ഒപ്പം മിസലിമോൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ഈ റഹീമിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് സംശയം. കാരണം അത് എൻ്റെ തള്ള തന്നെ പറയുന്നുണ്ട്. ഷാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് മസ്റൂറെ അവിടെ നിന്ന് മാറ്റിയത്. അതിനും കാരണക്കാരി നെജില തന്നെയാണ്. കാരണം അവൾക്ക് ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാതെ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് പറയുന്നതാണ് ഷാൻ കുടിയനാണ്, പെണ്ണുപിടിയനാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ വന്നിരുന്നിട്ട് വിളിച്ചു പോകുന്നത് നെജില തന്നെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നെജിലയുടെ വീട്ടുകാർക്കായാലും മസ്റൂറയുടെ വാപ്പ റഹീമിനായാലും തീർച്ചയായിട്ടും പൊള്ളും. ഇതിനെല്ലാം വഴിയൊരുക്കി വെച്ചു കൊടുക്കുന്നത് തന്നെ നെജിലയാണ്. നെജില ഇനി മദ്യപിച്ചാൽ പ്രശ്നമാണ്. പക്ഷെ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ മദ്യപിക്കാൻ കാരണം എന്താണെന്നറിയുമോ? പുറത്തു പോയി ചെന്നപ്പം എല്ലാവരും ചോദിച്ചിടാ, നീ കുട്ടിയെ വല്ലതും ചെയ്തു, നീ കുട്ടിയെ വല്ലതും ചെയ്തു, നീ കുട്ടിയെ വല്ലതും ചെയ്തു എന്നതിൻ്റെ പേരിൽ ഇന്നലെ മദ്യപിച്ചപ്പം ഈ മരുന്നും കൂടെ കുടിച്ചപ്പം എല്ലാം കൂടെ കൊണ്ട് ഛർദ്ദിച്ചു.